നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 40-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനിയും അറസ്റ്റ് ചെയ്യാനായി നിരവധി ആളുകൾ മുന്നിൽ. കായിക താരമായ ദളിത് പെൺകുട്ടിയെ വർഷങ്ങളായി പീഡിപ്പിച്ച സംഭവത്തിൽ 40-ലധികം ആളുകളെയാണ് ഇതിനോടകം തന്നെ പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ടയിലെ 4ഓളം പോലീസ് സ്റ്റേഷനുകളിലായി പ്രതികളെ പാർപ്പിച്ചിരിക്കുന്നു. കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു വലിയ വിഷയമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. 62ഓളം പേരെ തന്നെയാണ് പോലീസ് തേടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 58ഓളം ആളുകളെ പോലീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് വൈകുന്നേരത്തോടുകൂടി കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചന പോലീസ് നൽകുന്നുണ്ട്. ബാക്കിയുള്ളവരെ തേടിയുള്ള പരക്കം പാച്ചിലാണ് നടക്കുന്നത്. പ്രതികളിൽ ചിലരൊക്കെ തന്നെ വിദേശത്തുണ്ടെന്ന സൂചന ലഭിക്കുന്നു. മറ്റു ചിലരാകട്ടെ പല കേസുകളുമായി ബന്ധപ്പെട്ട് ജയിലിൽ തന്നെയുണ്ട്. ഇതുകൂടാതെ ചിലർ 18 വയസ്സിൽ താഴെയുള്ള പ്രതികൾ, മറ്റു ചിലരുടെ വിവാഹം പോലും അടുത്ത ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്നു. പുറത്തുള്ളവരെയൊക്കെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കും. കൂട്ടബലാത്സംഗത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പത്തനംതിട്ട ഡിവൈഎസ്പി ആയിട്ടുള്ള എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ 25-അംഗ സംഘമാണ് ഈ കേസിനെ അന്വേഷിക്കുന്നത്. കേരളത്തെ തന്നെ നാണക്കേടിലാക്കിയ, തല താഴ്ത്തിച്ച ഒരു സംഭവമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വിഷയം അത് നടന്നിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് സമൂഹത്തിന് തന്നെ മാതൃകയാക്കി മാറ്റണമെന്ന ഒരു ഉദ്ദേശം തന്നെയാണ് പോലീസിനും നിലവിലുള്ളത്. DIG അജിത ബീഗം മേൽനോട്ടം വഹിച്ച അന്വേഷണ സംഘമാണ് മുന്നോട്ട് പോകുന്നത്. 13 വയസ്സ് മുതൽ തുടങ്ങിയ പീഡനമാണ് കുട്ടി ഇത്രയും കാലം സഹിച്ചത്. പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യം പകർത്തി ഭീഷണിപ്പെടുത്തി പണത്തിന് ഇരയാക്കിയവരടക്കം ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്മാർട്ട് ഫോൺ ഉപയോഗം അറിയാത്ത അച്ഛൻ്റെ മൊബൈൽ ഫോണിലായിരുന്നു പെൺകുട്ടിയും പ്രതികളുമായിട്ടുള്ള ആശയവിനിമയം ഇക്കാലയളവിലൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. അച്ഛൻ മദ്യപാനിയായിരുന്നുവെന്നും രാത്രി സമയങ്ങളിൽ അച്ഛൻ്റെ ഫോൺ ഉപയോഗിച്ച് പെൺകുട്ടി അച്ഛൻ്റെ സുഹൃത്തുക്കൾ അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും അതിലൂടെ തന്നെയാണ് അവർ അത് ചൂഷണം ചെയ്തതെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 34ഓളം പ്രതികൾ അച്ഛൻ്റെ ഫോൺ വഴി പരിചയപ്പെട്ട സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. പെൺകുട്ടിയുടെ ഫോൺ നമ്പറും നഗ്ന ദൃശ്യങ്ങളും വ്യാപകമായി തന്നെ പ്രചരിപ്പിച്ചു എന്നും പോലീസ് തന്നെ പറയുന്നു. കുട്ടിയെ പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിൽ വെച്ച് പോലും പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ വെച്ച് പോലും പലയിടങ്ങളിലായിട്ട് പോലും പീഡനം നടന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യമായി പീഡനത്തിന് ഇരയായത് 13-ാം വയസ്സിൽ, അത് ആദ്യ സുഹൃത്തും. ഇപ്പോൾ കുട്ടിക്ക് 18 വയസ്സ് പ്രായമുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പെൺകുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുന്നിൽ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയാണ് ഈ വലിയ സംഭവം പുറം ലോകത്തിന് മുന്നിലേക്ക് വന്നത്. 62 പേരുടെ വിവരങ്ങളാണ് കൗൺസിലിംഗിലൂടെ CWCക്ക് ലഭിച്ചത്. പ്രതികൾക്കെതിരെ പോക്സോ കൂടാതെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കൂടി കേസെടുത്ത് അന്വേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.